വേടനെ തൊടുമ്പോൾ പൊള്ളണം. വേടനെ തെറ്റ് കാര്യം കാണിച്ചാൽ ആ കാര്യത്തിൽ തെറ്റാണ് എന്ന് തന്നെ പറയാം. ഞങ്ങൾ ഉറച്ചു പറഞ്ഞല്ലോ ആ കാര്യം തെറ്റാണ്. പക്ഷേ വേടനെ പോലെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളെ തൊടുമ്പോൾ പൊള്ളണം. അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്രത്തോളം പൊള്ളുന്ന ചോദ്യങ്ങളാണ്. മിസ്റ്റർ കിരണിനും വിനോദിനും എനിക്കുമുള്ള ഒരു പരിരക്ഷ മാത്രമേ വേടന് കൊടുക്കാൻ പാടുള്ളൂ. വേടന് വേറെ ഒരു പരിരക്ഷയും കൊടുക്കാൻ അർഹനല്ല. ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ലഹരിയുടെ കാര്യത്തിൽ ഞങ്ങൾ പറയല്ലോ, ആരും ന്യായീകരിക്കുന്നില്ല, ഒരാളും ന്യായീകരിക്കുന്നില്ല. അത് തെറ്റ് തന്നെയാണ്, അതിന് ശിക്ഷ കൊടുക്കണം. അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ ഈ ഒരു കാരണങ്ങളിൽ ഇദ്ദേഹത്തിന് പ്രത്യേക ചില ഗ്രൂപ്പുകളുടെ അങ്ങനെയൊക്കെ ഉണ്ടാവണമല്ലോ. നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട അവരുടെ അവകാശങ്ങളും ജീവിക്കാനുള്ള അവകാശങ്ങളും കവർന്നെടുത്ത് ജീവിക്കുന്ന മറ്റുള്ളവർക്ക് നേരെ അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അസ്വസ്ഥപ്പെടുകയല്ല വേണ്ടത്, തെറ്റ് തിരിച്ചറിയുകയാണ് വേണ്ടത്. ഈ മറ്റുള്ളവർക്ക് ചോദ്യം ചോദിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഏത് ബിഹേവിയർ കൂടെയാണ് അദ്ദേഹം ചോദിച്ചത് നമ്മൾ മനസ്സിലാക്കി. അയാൾ പാട്ടിലൂടെയാണ് ചോദിച്ചത്. ഈ കഞ്ചാവ് പിടിക്കുന്നതിന് മുമ്പ് വരെ മറ്റേതെങ്കിലും കാര്യത്തിലല്ല, പാട്ടിലൂടെ ചോദിച്ചത്. ആ ചോദ്യങ്ങളൊക്കെയും അർത്ഥവത്തായ രാഷ്ട്രീയ ചോദ്യങ്ങളായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചോദ്യങ്ങളുടെ മുൾമുനയിൽ നിൽക്കുന്ന പല ആശയങ്ങളും അദ്ദേഹത്തിന്റെ ഉള്ളിൽ വരുന്ന പലതരം ചില വ്യക്തിപരമായ ചില ശീലക്കേടുകൾക്ക് നിന്നും കൂടി വരുന്നതാണ്. വ്യക്തിപരമായ ശീലക്കേട് അതൊക്കെ രാഷ്ട്രീയമാണ്. എത്രയോ തലമുറകളായി പാവപ്പെട്ട ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെടുന്നവരെ അടിച്ചമർത്തി അവരുടെ സ്വത്ത് കൈവശം വെച്ച് അതിന്റെ പുറത്ത് ജീവിക്കുന്നവരല്ലേ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ. അല്ലെന്ന് പറയാൻ കഴിയുമോ? അതെങ്ങനെ പറയൂ? നിങ്ങൾക്ക് അതിന് വേണ്ടിയാണോ അദ്ദേഹം ലഹരി ഉപയോഗിച്ചുള്ളത്? ലഹരി ഇതുമായിട്ട് ബന്ധമില്ല. ലഹരി ആരും അനുകൂലിക്കുന്നില്ല. അതിനെ തള്ളി പറയുകയല്ലേ. അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കഴമ്പുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ലഹരി ആരും അനുകൂലിക്കുന്നില്ല. അതിപ്പോൾ അയാൾ ചോദിച്ചില്ലല്ലോ. അതിന് പരിപാടികൾക്കിടയിൽ പറഞ്ഞ കാര്യമാണല്ലോ താങ്കൾ. അതെ, അത് തന്നെയാണ് ഇപ്പോൾ അയാൾ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം പെട്ടു. ആ പെട്ടപ്പോൾ അദ്ദേഹത്തിനെ പ്രത്യേക രീതിയിൽ അയാൾ പറഞ്ഞല്ലോ, ഞാൻ തെറ്റ് ചെയ്തു, തെറ്റ് തിരുത്തി നല്ല മനുഷ്യനാവാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അർഹിക്കാത്ത രീതിയിലുള്ള ചില പരിരക്ഷ, ഒരർഹിക്കാത്ത പരിരക്ഷ കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് പരിരക്ഷ ഇല്ല എന്നുള്ളതാണ്. ഇല്ല, പരിരക്ഷയെ കിട്ടുന്നുള്ളൂ. പരിരക്ഷ എവിടുന്ന് കിട്ടുന്നു? എങ്ങനെയാണ് ഒരു പാവപ്പെട്ട ഒരു ശ്രീലങ്കൻ അഭയാർത്ഥിയുടെ മകനായി വന്ന് ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കൊണ്ട് ജീവിക്കാൻ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നത് എങ്ങനെയാണ്? നിങ്ങൾ എന്താണ് അത് ആലോചിക്കാത്തത്? ഈ ശ്രീലങ്കൻ അഭയാർത്ഥികൾ എങ്ങനെയാണ് ഉണ്ടായത്? ആ ആലോചിക്കുന്ന അവസരങ്ങളിലും അദ്ദേഹത്തിന്റെ സംഭവങ്ങളെ നല്ലതിനെ സപ്പോർട്ട് ചെയ്യുക, അദ്ദേഹത്തിന്റെ മോശങ്ങളെ ഇതുവരെ. നിങ്ങൾ ഏത് നല്ലതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? മീഡിയ കണ്ടു പറഞ്ഞോ. നിങ്ങളിപ്പോ ഫിലിമിലുള്ള പലതരം നടികളും മറ്റുള്ള ആക്ട്രസുകളും പല പുരോഗമന പ്രസ്ഥാനത്തിലുള്ള പല ആളുകളും അതുപോലെ നേതാക്കന്മാരെന്ന് പറഞ്ഞ ആൾക്കാർ മുമ്പിൽ വന്ന് പറയുകയാണ് കുറച്ച് കഞ്ചാവ് ഉപയോഗിച്ചതിന് അയാൾ. അങ്ങനെ ആരും കുറച്ച് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നോ? കഞ്ചാവ് 1 ഗ്രാം ആയാലും 1/2 ഗ്രാം ആയാലും അത് നിയമത്തിന് അതിന്റെ വഴിക്ക് പോകണം, അതിന് നടപടി ഉണ്ടാവണം. അതിനാരും ന്യായീകരിക്കുന്നില്ല. അതിനെ ആരെങ്കിലും ന്യായീകരിച്ചെങ്കിൽ അത് തെറ്റാണ്. അതുകൂടി വ്യക്തമാക്കാം. അതിനെ ഒരു കാര്യത്തിലും ഒരു കഴിഞ്ഞു പോലും അംഗീകരിക്കാൻ കഴിയില്ല. അതിനെ ന്യായീകരിക്കുന്നില്ല. താങ്കളൊന്ന് ചിന്തിക്കൂ, ഇദ്ദേഹത്തിന് ഒരാൾക്കും കിട്ടാത്ത ഒരു സപ്പോർട്ട്. എന്ത് സപ്പോർട്ട്? അയാൾ ചോദിച്ച ചോദ്യങ്ങൾ അത്രയും പ്രധാനപ്പെട്ടതല്ലേ ശ്രീ വിനോദ് കുമാർ? അയാൾ ചോദിച്ച ചോദ്യങ്ങൾ യാഥാർത്ഥ്യമല്ലേ? നിറത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ അടിച്ചമർത്തപ്പെട്ട ഒരു വലിയ വിഭാഗത്തിന്റെ ചോദ്യമല്ലേ ചോദിച്ചത്? ആ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ